കെ.പി. അങ്ങനെ മുഖ്യമന്ത്രി കുപ്പായം ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, പിന്നെ ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് 4ഉം 5ഉം കുപ്പായം വരെ കോൺഗ്രസ് തയ്പ്പിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി ഈ നമ്മൾ പറഞ്ഞു വെച്ചതുപോലെ തന്നെ UDF അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഇനി മുസ്ലിം ലീഗ് ആ ഒരു അവകാശവാദവുമായി രംഗത്ത് വരും. അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അല്ല, ഇത് നന്നായിട്ട് ഉപയോഗിക്കുന്നത് മുസ്ലിം ലീഗാണെന്ന്. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ ഒരു കഥ പഠിച്ചിട്ടില്ലേ, 2 ആട്ടിൻ കുട്ടികൾ തമ്മിലടിക്കുമ്പോൾ അതിനിടയിൽ ചോര കുടിക്കാൻ വരുന്ന ഒരു ജീവി, ഞാൻ പേര് പറയാതിരുന്നതാണ്. അപ്പോൾ അതുപോലെ ഇവിടെ മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നു എന്ന കാര്യത്തിൽ കോൺഗ്രസിന് അത് മനസ്സിലാകുന്നില്ല, അതോ മനസ്സിലാകാത്തതാണോ? കാരണം മുസ്ലിം ലീഗിന്റെ പിന്തുണ ഉണ്ടെങ്കിലേ അവിടെ ആരാണ് മുഖ്യമന്ത്രി ആകുമെന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലേക്ക് പോവുകയാണെങ്കിൽ UDF എന്ന് പറയുമ്പോൾ പലയിടങ്ങളിലും അത് മുസ്ലിം ലീഗ് തന്നെയാണ്. കോൺഗ്രസ് ജയിച്ചു കയറുന്നതിലും ലീഗിന്റെ വോട്ടുകൾ കൊണ്ട്, അതുകൊണ്ട് ലീഗിനെ തള്ളിക്കളയാൻ കഴിയില്ല. ലീഗ് ഒരു പ്രധാന ഘടകം തന്നെയാണ്, നമ്മൾ അങ്ങനെ പറഞ്ഞിരുന്നതല്ല. പക്ഷേ അത് എന്തുകൊണ്ടാണ് അത്രത്തോളം അവിടെ അത്രത്തോളം അവർക്ക് ആ ഒരു ഇത് മേൽക്കോയ്മ കിട്ടുന്നത് എന്ന് കോൺഗ്രസ് ചിന്തിക്കുന്നില്ലല്ലോ, UDF ചിന്തിക്കുന്നില്ലല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് അതുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് പോകാം. BD സതീശന് സർജിക്കൽ സ്ട്രൈക്കുകൾ ഒരുക്കാൻ ചെന്നിത്തല ക്യാമ്പ്. UDFന് ഭരണം ലഭിച്ചാലും മുഖ്യമന്ത്രി സ്വപ്നം ദിവാസ്വപ്നമാകുമെന്ന തിരിച്ചറിവിലാണ് പുതിയ തന്ത്രങ്ങൾ. ആഭ്യന്തര മന്ത്രിസ്ഥാനമടക്കം ഭൂരിഭാഗം മന്ത്രിസ്ഥാനങ്ങളും വിലപേശി വാങ്ങി ഭരണ നിയന്ത്രണം കൈപ്പിടിയിലാക്കാമെന്നാണ് ചെന്നിത്തല ഗ്രൂപ്പിന്റെ പുതിയ കണക്കുകൂട്ടൽ. 2006 മുഖ്യമന്ത്രിയായിട്ടും VSനെ പിണറായി പക്ഷം വരിഞ്ഞു മുറുക്കിയതുപോലുള്ള സാഹചര്യം ഒരുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. നമുക്ക് രേഷ്മയോട് തന്നെ ചോദിക്കാം. രേഷ്മ, ഇത് ആകെ മൊത്തം ഈ ഒരു വാർത്ത, രേഷ്മ റിപ്പോർട്ട് ചെയ്ത ഈ വാർത്ത വായിക്കുമ്പോൾ നമുക്ക് തന്നെ ആശങ്കയായി. ഇൻ കേസ് ഈ എക്സിറ്റ് പോൾ പ്രവചനമൊക്കെ അത് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ, കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ കേരളത്തിന്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ മലയാളികൾ ഇവിടെ എങ്ങനെ ജീവിക്കും? എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ, അതായത് ഇപ്പോൾ VD സതീശനെതിരെ ഒരു സർജിക്കൽ സ്ട്രൈക്കിനും ചെന്നിത്തല ക്യാമ്പ് ഒരുങ്ങുമ്പോൾ അത് എത്രത്തോളം പ്രധാനമാണ്. അതിന് മറുമരുന്നുമായി ചെന്നിത്തലയും ഇറങ്ങുന്നുണ്ട്. കേന്ദ്ര നേതൃത്വത്തിന് ഈ നമ്മുടെ KC വേണുഗോപാൽ ഇവിടെ എത്തണമെന്നാണ് ആഗ്രഹം. അങ്ങനെ മുസ്ലിം ലീഗിനാണെങ്കിൽ VD സതീശൻ, ചെന്നിത്തല പക്ഷത്തിന് ചെന്നിത്തല വരണമെന്നാണ്. എങ്ങനെ ഇതിനെയൊക്കെ നോക്കിക്കാണാം? കേരളം ആര് ഭരിക്കും? ഒപ്പം ഈ കോൺഗ്രസിലെ അടി അത് എന്ന് തീരും? സുരേഷ്, അശ്വതി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസിനുള്ളിൽ, അതായത് വോട്ടെണ്ണുന്നതിന് മുൻപ് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി, പദവിയെ ചൊല്ലി വലിയ രീതിയിൽ തർക്കങ്ങളും ഫ്ലെക്സി യുദ്ധമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫ്ലെക്സി യുദ്ധം അവസാനിച്ചിരിക്കുകയാണ്. പക്ഷേ ഇനി സർജിക്കൽ സ്ട്രൈക്കുകളുടെ സമയമാണ്. അതായത് ചെന്നിത്തല പക്ഷം ചില തന്ത്രങ്ങളൊക്കെ തന്നെ പയറ്റും. കാരണം ഈ ഒരു എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് UDFന് ഒരു മുന്നേറ്റം ഉണ്ടാവുമെന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വെക്കുന്ന ഒരു പേര് VD സതീശനായിരിക്കും. കാരണം ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ച എന്നുള്ള രീതിയിൽ അതുമാത്രമല്ല, ഒരു അപ്രമാദിത്വം VD സതീശന് കോൺഗ്രസിനുള്ളിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ VD സതീശൻ എന്നുള്ള പേര് കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വെക്കുന്നതിന് മുൻപ് മുഖ്യമന്ത്രി കസേര അതിന്റെ ആഗ്രഹം പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പദം ആവശ്യപ്പെട്ടുകൊണ്ട് ചെന്നിത്തല ആവശ്യം കേന്ദ്ര നേതൃത്വത്തിന് മുന്നിലേക്ക് വെക്കും. അതിൽ ആദ്യഘട്ടത്തിൽ ഒരു കടുംപിടുത്തമൊക്കെ കാണിച്ചിട്ട് പിന്നീട് പതുക്കെ പിൻവലിഞ്ഞുകൊണ്ട് ആഭ്യന്തര മന്ത്രിസ്ഥാനം തനിക്ക് വേണമെന്നുള്ള ഒരു ആവശ്യം ചെന്നിത്തല പ്രയോഗിച്ചേക്കും. അത്തരമൊരു തന്ത്രമാണ് ചെന്നിത്തല പക്ഷം ഇനി പയറ്റുവാൻ പോകുന്നതും. അതിനുശേഷം ചെന്നിത്തല പക്ഷത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന നേതാക്കന്മാർക്ക് കൂടി മന്ത്രിസ്ഥാനങ്ങൾ ഉറപ്പാക്കുക എന്നുള്ള ഒരു കാര്യത്തിലേക്കായിരിക്കും ചെന്നിത്തല കടക്കുക. എന്തായാലും മുഖ്യമന്ത്രി കസേര തനിക്ക് കിട്ടില്ല എന്നുള്ള ഒരു ഉറപ്പ്, അല്ലെങ്കിൽ അത്തരമൊരു നിലപാടിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെയുള്ള അത് ഉൾക്കൊള്ളാനായിട്ടുള്ള രീതിയിലേക്ക് ചെന്നിത്തല വന്നിട്ടുണ്ട്. എന്തായാലും ഇനി ആഭ്യന്തര മന്ത്രിസ്ഥാനമാണ് ഇനിയുള്ള ഏക പ്രതീക്ഷ. അത് കഴിഞ്ഞിട്ട് തൻ്റെ ഗ്രൂപ്പിലുള്ള എല്ലാ നേതാക്കന്മാർക്കും ഏറ്റവും കൂടുതൽ മന്ത്രിസ്ഥാനം നേടിയെടുക്കുക, അങ്ങനെ ഒരു അധികാര ശ്രേണി അവിടെ ക്രമീകരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യവും ചെന്നിത്തലയ്ക്കുണ്ട്. നമുക്കറിയാം 2006 VS മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പിണറായി പക്ഷമായിരുന്നു അധികാരം കയ്യാളിയിരുന്നത്. അത്തരത്തിൽ VD സതീശനെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടുള്ള ഒരു രീതിയിലേക്ക് ചെന്നിത്തല പക്ഷം മാറുക, അതാണ് ഇനി പയറ്റുവാൻ പോകുന്ന മറ്റൊരു തന്ത്രം. എന്തായാലും ഇപ്പോഴത്തെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രകാരം ഒരു 90 സീറ്റിന് മുകളിൽ UDF നേടുകയാണെങ്കിൽ ചെന്നിത്തല പക്ഷം കൂടുതൽ ആവശ്യങ്ങളൊന്നും തന്നെ ഉന്നയിക്കില്ല. പക്ഷേ 75-നും 80-നും ഇടയിലാണ് UDF സീറ്റുകൾ നേടുക എങ്കിൽ സ്വാഭാവികമായിട്ടും കൂടുതൽ മന്ത്രിസ്ഥാനങ്ങൾ ചെന്നിത്തല ആവശ്യപ്പെടും. അതിനൊരു പക്ഷേ ഹൈക്കമാൻഡിന് അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വത്തിന് വഴങ്ങേണ്ടിയും വരും. എന്തായാലും VD സതീശന് മുഖ്യമന്ത്രി കസേര
കൊടുക്കേണ്ടി വന്നാൽ ആഭ്യന്തരമന്ത്രി സ്ഥാനം, അതോടൊപ്പം തന്നെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈയാളുക, അത്തരത്തിലുള്ള ഒരു രീതിയിലേക്കായിരിക്കും ചെന്നിത്തല കടക്കുക. നേരത്തെ നമുക്കറിയാം പലയിടങ്ങളിലും ചെന്നിത്തലയ്ക്ക് വേണ്ടി ഫ്ലെക്സ് ഉയർന്നു, VD സതീശിനെ വിമർശിച്ചുകൊണ്ടുള്ള വാചകങ്ങൾ ഉൾപ്പെട്ട ഫ്ലെക്സുകൾ ഉയർന്നു. പക്ഷെ അതിലൊന്നും വലിയ രീതിയിൽ പരസ്യ പ്രതികരണത്തിലേക്ക് നേതാക്കന്മാർ കടന്നില്ല. ഇനിയുള്ളത് തന്ത്രപരമായിട്ടുള്ള നീക്കമാണ്. അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് ചെന്നിത്തല കടക്കുന്നുണ്ട്. പക്ഷേ ചെന്നിത്തലയെ സംബന്ധിച്ച് ഈ ഗ്രൂപ്പ് സമവാക്യ കരുത്തൊന്നും പഴയ പോലെ ഒന്നും അത് തന്നെയാണ്. എന്തായാലും ആഭ്യന്തരമന്ത്രി സ്ഥാനം അടക്കം നോട്ടമിട്ടിരിക്കുകയാണ് രമേശ് ചെന്നിത്തല. അപ്പോൾ VD സതീഷിനെതിരെ ചെന്നിത്തലയും ഈ KC വേണുഗോപാലും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. KP എന്താകും നമ്മുടെയൊക്കെ അവസ്ഥ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ഇവിടെയാണ് ഈ ചെന്നിത്തല മുഖ്യമന്ത്രിയാകുന്നു, VD സതീശൻ മുഖ്യമന്ത്രിയാകുന്നു, ഒപ്പം KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുന്നു. ഇനി ഇവരെയൊക്കെ കടത്തിവെട്ടി ഇനി മറ്റാരെങ്കിലും മുഖ്യമന്ത്രി പദത്തിലേക്ക് അവകാശവാദം ഉന്നയിക്കുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. കാരണം ഒരു കസേരക്കളി തന്നെയാണ് കോൺഗ്രസിൽ ഉടനീളം നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും KP